ആരാധനയുടെയും 2542 ദിവസം പിന്നിടുമ്പോൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേക കുടുംബാംഗങ്ങൾ നമ്മോട് പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. തിരുവനന്തപുരത്തോടെ കൂടി യേശു കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കഷ്ടത്തിലും ദുരിതത്തിലും ഒരുപക്ഷെ രോഗത്തിന്റെ അവസ്ഥയിലാണെങ്കിലും ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് അറിയിച്ചിരുന്ന കർത്താവ്, ആ യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. സുഖമായി ഇന്നലെ രാത്രി കിടന്നുറങ്ങി ബലത്തോടെ ക്ഷേമത്തോടെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ഓരോ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അങ്ങ് ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യം വിടുതലും ഓരോ വ്യക്തികളും കുടുംബമായി അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞെരുക്കത്തിൽ ഇരിക്കുന്നവരെ അങ്ങ് വിശാലതയിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തല കുനിഞ്ഞിരിക്കുന്നവരെ അങ്ങ് നിവർത്തണം കർത്താവേ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഈ പ്രഭാതത്തിൽ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദിവസം നമ്മൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം തിങ്കൾ മുതൽ ശനി വരെയും എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലൂടെ ഈ പ്രാർത്ഥന ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നു. വൈകിട്ട് 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെയും ഈ പ്രാർത്ഥന ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നു. ഇതുകൂടാതെ എല്ലാ മാസത്തിൻ്റെയും 2ാമത്തെ ആഴ്ചയിലെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നു. ഉപവാസ പ്രാർത്ഥന ആരംഭ ദിവസവും കൂടിയാണ്. രാവിലെ ഈ 6 മുതൽ 7 വരെയുള്ള പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ശേഷം പകൽ വീണ്ടും 11 മുതൽ 12 വരെയുള്ള സമയത്ത് ഇതേ ചാനലിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. യേശു എത്ര നല്ലവൻ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ പാർത്താലും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സൗകര്യം പ്രേയിങ് കേരള എത്രയോ ലക്ഷം ആളുകൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കുന്നു. പ്രാർത്ഥന ഒരു വശത്ത് മാത്രം ആയി പോവുകയുമല്ല, മറുവശത്ത് യേശുവിൻ്റെ മറുപടി തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ
രാവിലെ പ്രേയിങ് കേരളയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സമയം, ഉടനെ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടും. ഉടനെ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തി താങ്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇന്ന് ഇപ്പോൾ അവിടുന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്. അനിൽകുമാർ ഫ്രണ്ടാണ്, മഞ്ഞപ്പിത്തം കൂടി ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിൽ ആയിരുന്ന വേളയിൽ പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായത്. യേശുവിൻ്റെ സൗഖ്യം നോക്കിക്കുക. അദ്ദേഹം അവിടെ വാട്സാപ്പിലൂടെയാണ് ഈ മിസ്റ്റർ അലക്സാണ്ടർ ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വാട്സാപ്പിലൂടെ ഒരു വിവരം വരുമ്പോൾ ആളുകൾ എന്താണോ ടൈപ്പ് ചെയ്ത് വെക്കുന്നത് അത് നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ തന്നെ പ്രേയിങ് കേരളയിൽ വിളിച്ചു പ്രാർത്ഥിച്ചു, അപ്പോൾ തന്നെ വളരെ വ്യത്യാസമുണ്ടായി, വാർഡിലേക്ക് മാറ്റി. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് 3/9/2020 ഇപ്പോൾ പറഞ്ഞതിന് ചുരുക്കം ഇതാ, ഉടനെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. ഈ രാവിലെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം, കാലാവസ്ഥയുടെ മാറ്റത്തിൽ ഓരോരുത്തർക്കും തൊണ്ടയ്ക്ക് പ്രയാസവും സംസാരിക്കാനൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ട്. എങ്കിലും തിരുവെഴുത്തിൻ പ്രകാരം ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. പ്രേയിങ് കേരള കുടുംബത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാർത്ഥിച്ച വിഷയം ഇങ്ങനെയായിരുന്നു. 14 ദിവസങ്ങളായിട്ട് ഈ മകന് പാമ്പ് കടിയെ തുടർന്ന് വെന്റിലേറ്ററിലായിട്ട് വിഷമിക്കുന്ന വേളയിൽ നമ്മൾ ഇവർ നേരിട്ട് വന്ന് പ്രേയിങ് കേരളയുടെ 2020 റിട്രീറ്റിന് ഇവർ വന്നു. അപ്പോൾ 14 ദിവസങ്ങൾ വെന്റിലേറ്ററിൽ ഡോക്ടേഴ്സിൻ്റെ വാക്കുകളുടെ വെളിച്ചത്തിൽ നാട്ടിലെല്ലാം അറിഞ്ഞു ഈ കുട്ടി മരിച്ചുപോയി എന്ന്. ഹാർട്ട് ബീറ്റ് 100% ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. അടുത്ത വാചകം രക്ഷപ്പെടില്ല എന്നും പറഞ്ഞു. പക്ഷേ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ച ആ സമയം തന്നെ കർത്താവിൻ്റെ അത്ഭുത വിടുതൽ, ആ കുട്ടിയും അപ്പനും അമ്മയും അവരെല്ലാവരും കൂടെ ഓടി വന്ന് ആ ഗ്രൗണ്ടിൽ ഓടി നടക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടത്. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അതിശയങ്ങളുടെ ദൈവം അത്ഭുതകരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് മറുപടി നൽകുമോ? തീർച്ചയായിട്ടും സാമ്പ്രദായ കാര്യം യേശു ഒരു ഉറപ്പ് വചനത്തിലൂടെ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാതെ ഏത് വിഷയമാണെങ്കിലും സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകി തരും. നമ്മൾ പ്രേയിങ് കേരള കുടുംബങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇത് 12 വയസ്സുള്ള ഒരു കുഞ്ഞിന്, അവർ ബന്ധുവിൻ്റെ കുഞ്ഞിൻ്റെ വിവരമാണ് മേഘ ഇത് കോഴിക്കോട് നിന്നും അറിയിച്ചത്. കരളിന് രോഗം വന്ന് ശരീരം മുഴുവൻ നീര്, രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ സമയത്താണ് പ്രേയിങ് കേരളയിൽ ഈ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചത്. നമ്മൾ ഒന്നിച്ച് കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് കുഞ്ഞിന് അത്ഭുതകരമായി സൗഖ്യം നൽകി കൊടുത്തു എന്ന് അറിയിച്ചിരിക്കുന്നു. വീണ്ടും ഇവിടെ അറിയിച്ചിരിക്കുന്നത്, വീഴ്ചയെ തുടർന്ന് അമ്മച്ചി 2 മാസമായിട്ട് കിടപ്പായിരുന്നു. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം മുതൽ അമ്മച്ചി എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. നല്ല ആരോഗ്യത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് കൂട്ടുകാരൻ ലിവറിന് ലിവറിൻ്റെ അകത്ത് ഞരമ്പുകൾ പൊട്ടി രക്തം ഛർദ്ദിക്കുന്ന ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയപ്പോഴാണ് മിസ്റ്റർ വിജയൻ ചെയ്ത് നോക്കിക്കേ. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് സിൽവദറെ. ഇത് സ്വന്തം ചേട്ടനോ സ്വന്തം അനിയനോ അപ്പനോ അമ്മയോ മകനോ മകളുടെയോ ഒന്നും കാര്യമല്ല. ഇത് കൂട്ടുകാരൻ്റെ കാര്യമാണ്. ഇത് മിസ്റ്റർ വിജയൻ അറിയിച്ചിരിക്കുന്നത്. ലിവറിന് ഇങ്ങനെ പ്രയാസം നേരിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായപ്പോൾ മിസ്റ്റർ വിജയൻ ചെയ്തത് പ്രേയിങ് കേരളയിലേക്ക് ആ വിഷയം പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചു. സിൽവദറെ, പ്രേയിങ് കേരളയിൽ ഒരു പ്രാർത്ഥനാ വിഷയം വന്നു കഴിയുമ്പോൾ ഇതുപോലൊരു ഫോമിനകത്ത് ആ പൂർണ്ണ വിവരങ്ങൾ ഇവിടെ എഴുതി വെക്കുന്നു. ആ വിളിച്ചത് ആരാണ്, ആ ആളിൻ്റെ ഫോൺ നമ്പർ, ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്, പിന്നെ താഴേക്ക് വരുമ്പോൾ ആ പ്രാർത്ഥന വിഷയം അവിടെ എഴുതി വെക്കുന്നു. ആ വിഷയം മാത്രം എഴുതിയാൽ മതി. കൂട്ടുകാരൻ ഷാജി ലിവറിൽ വെയിൻ പൊട്ടി രക്തഛർദ്ദിച്ചു, ICUവിലായിരുന്നു, സീരിയസ് സ്റ്റേജിൽ. ഇത്രയും മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. പ്രാർത്ഥന വിഷയം അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പ്രൈസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് കർത്താവ് ചെയ്തു നോക്കിക്ക് അത്ഭുതകരമായ സൗഖ്യത്തെയാണ് കർത്താവ് അദ്ദേഹത്തിന് നൽകി കൊടുത്തത്. പ്രേയിങ് കേരളയിൽ നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി മറ്റുള്ളവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു. എറണാകുളത്തുനിന്ന് വേറൊരു മാതാവ് അറിയിച്ചത് ഇങ്ങനെ 5 ലക്ഷം രൂപ അവർ അത്യാവശ്യത്തിന് കടം വാങ്ങി. പക്ഷേ സമയത്ത് അവർക്ക് തിരിച്ചു കൊടുക്കുവാനില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഈ സമയത്താണ് പ്രേയിങ് കേരളയിൽ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി അറിയിച്ചത്. പക്ഷേ അവർക്ക് ആ സമയത്ത് കൊടുത്തൊരു ചെക്ക് ഉണ്ടായിരുന്നു. അത് മടങ്ങി പോകാതെ അത് പണം അതിനകത്ത് വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു. തക്ക സമയമായപ്പോൾ യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ആ ചെക്ക് മടങ്ങിപ്പോകാതെ കറക്റ്റ് സമയത്ത് ആ പണം അവിടെ വന്നു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. മകന് 30 വയസ്സുള്ള ഇപ്പോൾ 1 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റി, കാല് പൊട്ടി, ഷോൾഡറിന് ഓപ്പറേഷൻ വേണമായിരുന്നു, ഓർമ്മശക്തി ഇല്ലായിരുന്നു, കാലിന് പ്ലാസ്റ്റിക് സർജറി വേണമെന്നായിരുന്നു ഡോക്ടേഴ്സ് അറിയിച്ചത്. പ്രേയിങ് കേരളയിലേക്ക് ഈ വിഷയമെല്ലാം കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചു. കർത്താവ് ചെയ്ത് നോക്കിക്ക് ഒരു സർജറിയും കൂടാതെ പൂർണ്ണ സൗഖ്യത്തെ യേശു മകന് നൽകി കൊടുത്തു. ഈ രാവിലെ നമുക്കൊന്നിച്ച്
പ്രാർത്ഥിക്കാം. യേശുവെ, ഇപ്പോഴും പ്രവർത്തിക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇതുപോലെ ആക്സിഡൻറ്റ് തുടർന്ന് സർജറിക്കും മറ്റും കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ സൗഖ്യത്തിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ക്യാൻസറിനെ തുടർന്ന് സർജറികൾ പറയപ്പെട്ടിരിക്കുന്ന രോഗികളുണ്ട്. അവരുടെ സൗഖ്യത്തിനായി ഇന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അനേക ആശുപത്രികളിൽ ഈ പ്രാർത്ഥന ലഭ്യമാണ്. അവിടുന്ന് അനേകർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിശയങ്ങളുടെ ദൈവം രോഗികളെ സൗഖ്യമാക്കേണ്ടതിന് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ പ്രിയങ്കല കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അനേക ഭവനത്തിലെ ഹോസ്പിറ്റലിൽ യാത്രയിലെ ജോലി സ്ഥലത്തൊക്കെ ഇരുന്ന് കർത്താവെ പങ്കെടുക്കുന്നല്ലോ. അനേക കർത്താവെ ഹോസ്പിറ്റലിൽ കർത്താവ് ഇന്ന് ഓപ്പറേഷൻ നടക്കേണ്ടവരോട് കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കർത്താവെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കർത്താവെ, ക്യാൻസറിന്റെ രോഗം മൂലം കർത്താവെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവെ പല പ്രായത്തിലുള്ള പ്രയാസപ്പെടുന്നുണ്ട്. കർത്താവെ, കീമോ ചെയ്യുന്നവരുണ്ട്. കർത്താവെ, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കിഡ്നി സംബന്ധമായ രോഗത്താൽ പ്രയാസപ്പെടുന്നവരെ, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. കർത്താവെ, ഹാർട്ട് സംബന്ധമായ രോഗത്താൽ പ്രയാസപ്പെടുന്നവരെ, ത്വക്ക് സംബന്ധമായ രോഗത്താൽ പ്രയാസപ്പെടുന്നവരെ, കർത്താവെ, അതുപോലെ പല ആക്സിഡന്റുകളെ പറ്റി കർത്താവെ, അസ്ഥികൾ ഒടിഞ്ഞ് കർത്താവെ നടക്കുവാൻ പ്രയാസപ്പെടുന്നവരെ, വാക്കറിലായിരിക്കുന്നവർ, വീൽചെയറിലായിരിക്കുന്നവരുണ്ട്. കർത്താവ് യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ പുറപ്പെടുന്ന ദൈവിക ശക്തി കർത്താവെ യേശുവെ, അവിടുന്നുള്ള ശക്തിയാൽ ഓരോരുത്തരും കർത്താവെ അത്ഭുതകരമായി വിടുവിക്കണം. അവിടുന്ന് അനുഗ്രഹിക്കുന്ന പൻകുറയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സാമ്രാജ്യം ഇത് കൊല്ലം ജില്ലയിൽ നിന്ന് റീനെ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അവരൊരു വേണ്ടപ്പെട്ട ഒരു കുഞ്ഞ് 5 വയസ്സ് പ്രായമേ ഉള്ളൂ. ശരീരം മുഴുവൻ കുരുക്കൾ വന്നു വളരെ അസ്വസ്ഥതയുള്ള കടന്നു പോകുമായിരുന്നു. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ആ കുഞ്ഞിനൊരു സൗഖ്യം ആയില്ല. ഈ സമയത്താണ് പ്രിയങ്കലയിൽ ആ വിഷയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായി സൗഖ്യം ആ കുഞ്ഞിന് നൽകി കൊടുത്തെന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് 4 വർഷങ്ങളായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ നിമിത്തം ചികിത്സകളിലൂടെ ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ആഴ്ച അവൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിഷമിക്കുമ്പോഴാണ് പനി വന്ന് നീർക്കെട്ടായി വേദനയായി സഹിക്കാൻ പറ്റുന്നതിന് ഉപരിയായ വിഷമസന്ധിയിലൂടെ അവർ പോയപ്പോൾ പ്രിയങ്കല ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചു. ഇവിടെ ഒരു വിഷയം വന്നാൽ നമ്മൾ ഉടനെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 8/2/2021 അവരറിയിച്ചിരിക്കുന്നത് യേശു പരിപൂർണമായ സൗഖ്യത്തെ അവർക്ക് നൽകിക്കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇത് മഞ്ജു തോമസ് ആണ് അത് അറിയിക്കുന്നത്. പിതാവ് ന്യൂമോണിയ ബാധിച്ച് സീരിയസ് സ്റ്റേജിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലായിരുന്നു. പ്രിയങ്കല ചേർന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഇത് വിവിധ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ച് നമ്മളിവിടെ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയം പ്രാർത്ഥിച്ചോർക്കും. 8/2/2021 അവരറിയിച്ചിരിക്കുന്നത് പ്രിയങ്കലയിൽ എപ്പോൾ പ്രാർത്ഥിച്ചോ അപ്പോൾ തന്നെ കണ്ണു തുറന്നു, ഓക്സിജനും മാറ്റി കൊടുത്തു. നല്ല വ്യത്യാസത്തിലൂടെ ആയിരിക്കുന്നു. ആ പിതാവ് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി സ്നേഹവും അറിയിക്കുന്നു. ശ്രീമദ്ര, ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥന രാവിലെ 6 മുതൽ 7 വരെയുള്ള ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും 11 മുതൽ 12:30 വരെയുള്ള സമയത്ത് ഇതേ ചാനലിൽ തന്നെ നമുക്ക് ലഭ്യമായിരിക്കും. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ ഉപവാസ പ്രാർത്ഥന ആദ്യം എത്തിയത് പ്രൈം കേരള എന്ന ഈ കുടുംബത്തിൽ നിന്ന്. നമുക്ക് ഇന്ന് അനേക പ്രിയപ്പെട്ടവർ ഉപവാസ പ്രാർത്ഥന ടെലിവിഷൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് ചെയ്യട്ടെ. തിരുവെഴുത്തിൻ പ്രകാരം അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിട്ടും ഉണ്ടല്ലോ. ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കുക ഉള്ളൊരു സഹായം മാത്രമാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും. ആഹാരം വെടിഞ്ഞിരിക്കുക എന്ന ആ ഒരു ചിന്ത സാധാരണ ഫാസ്റ്റിംഗ് പ്രെയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ബൈബിൾ അതുമാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നില്ല. ആഹാരം കഴിച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, ആഹാരം കഴിക്കാതെയും ഉപവസിച്ച് പ്രാർത്ഥിക്കാം. എസൻസ് ഓഫ് ദ മീനിങ് ഈസ്, അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യാദികളിൽ നിന്ന് വേറിട്ട് യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആരാധനയോടെ ദൈവവചനത്തിൻ്റെ ധ്യാനത്തോടെ ആയിരിക്കുക. യേശുവിനെ കൂടുതൽ അനുഭവിപ്പാൻ, യേശുവിൽ നിന്ന് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ, അവിടുത്തെ കൃപകളാൽ നിറയപ്പെടുവാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ, നമ്മൾ കുടുംബമായി ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ. മാത്രമല്ല, കർത്താവായ യേശുവേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. ഈ രാവിലെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കായി ചേർന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഇന്നു മുതൽ നടക്കുന്ന പ്രാർത്ഥന അനേക ലക്ഷം ആളുകൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യമാണല്ലോ കർത്താവെ. അതിൽ ഞങ്ങൾ പങ്കെടുക്കുവാൻ എല്ലാ ക്രമീകരണവും അവിടുന്ന് ചെയ്തു തരണം. സൗകര്യങ്ങൾ അവിടുന്ന്
ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതേ യേശുവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് അങ്ങയുടെ സാന്നിധ്യവും വിടുതലും ഞങ്ങൾ ചോദിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്ന് കേട്ട് ഞങ്ങളുടെ പാപം ക്ഷമിച്ച് ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കാമെന്ന് അങ്ങ് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ അങ്ങ് സൗഖ്യമാക്കണം കർത്താവെ. പാപ വഴിയിൽ നിന്ന് അതിനെ പുറത്ത് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളും യേശുവിനെ ഇന്ന് രുചിച്ചറിയട്ടെ കർത്താവെ. അവരുടെ വിഷയങ്ങൾ അവിടുന്ന് ഇറങ്ങി നിൽക്കണം കർത്താവെ. വെള്ളത്തിക്ക് കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമേ, കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമേ, വിടുവിച്ച് മഹത്വപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന ഓരോ വ്യക്തികളും ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് വിടുവിക്കപ്പെടട്ടെ. അവരുടെ രോഗങ്ങൾ സൗഖ്യമായി തീരട്ടെ. അവരുടെ വിഷയങ്ങൾ അങ്ങ് ഇടപെട്ട് അവരെ വിശാലതയിലേക്ക് കൊണ്ടുവന്നാട്ട് കർത്താവ് ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ ഉപവാസ പ്രാർത്ഥനയായി മാറുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. My righteousness, oh God, how I need you. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness, oh God, how I need you. Yeshua, can no wait on. Oh, Shalom, and love and love and need Yeshua. പ്രവചനം 11-ാം അധ്യായം 2-ാമത്തെ തിരുവെട്ടിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Book of Isaiah chapter 11 verse number 2. The spirit of the Lord shall rest upon him, the spirit of wisdom and understanding, the spirit of counsel and might, the spirit of knowledge and of the fear of the Lord. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും,
ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇന്ന് നമ്മൾ ഒന്നിച്ച് വിദ്യാർത്ഥി സമൂഹത്തിനായി ചേർന്ന് പ്രാർത്ഥിക്കണം. വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ തന്നെയാണല്ലോ ഉദ്യോഗാർത്ഥികൾ നിൽക്കുന്നത്. എക്സാം എഴുതിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഒരാൾ ഉദ്യോഗാർത്ഥി മാറുക. ഇന്ന് ഉദ്യോഗാർത്ഥികളുടെ സമരങ്ങളുടെ വിവരങ്ങളെല്ലാം പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഏത് രാജ്യത്ത് പോയാലും ഉദ്യോഗാർത്ഥികളുടെ വിഷമങ്ങൾ നമ്മൾക്ക് കേൾക്കാം. പ്രേം കേരളയിൽ പ്രത്യേകിച്ച് എത്രയോ ലക്ഷം യൗവനക്കാർ അവർ ജോലിയില്ലാതെ വിഷമിക്കുന്നതിൻ്റെ വിവരങ്ങൾ നമുക്കുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പ്രിയപ്പെട്ടവർക്ക് അസാധാരണമായ വഴികൾ ദൈവം തുറന്നു കൊടുക്കേണ്ടതിന് ഒന്നിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. സിലബസ് നഴ്സിംഗിൻ്റെ എക്സാംസ് നടക്കുന്നു, മെഡിക്കൽ ലൈനിൽ പഠിക്കുന്നവരുടെ എക്സാംസ് നടക്കുന്നു, മറ്റ് പല രാജ്യങ്ങളിൽ ഉള്ള കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ എക്സാംസ് നടക്കുന്നു. നമുക്കിന്ന് രാവിലെ ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ വിദ്യാർത്ഥിയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അതുമാത്രമല്ല, അവരുടെ സ്വഭാവത്തിലും വലിയ മാറ്റം. അവർ ഓരോരുത്തരും അവർക്ക് തന്നെ ആദ്യം അനുഗ്രഹമാകണം. അതിനുശേഷം അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. പ്രേംകളയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനല്ലേ? കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്ന പ്രാർത്ഥന അങ്ങനെയാണ് താൻ. കർത്താവായ യേശുവേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കണം. മക്കൾക്ക് വേണ്ടി ഒന്നിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾ തയ്യാറായി. നമ്മുടെ ഒരു പക്ഷെങ്കിൽ നേരിട്ടുള്ള കുഞ്ഞുങ്ങൾ, ശാരീരിക കുഞ്ഞുങ്ങൾ പഠിച്ച് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ജോലിയിലുമൊക്കെ ആയി കാണും. പക്ഷേ നമ്മുടെ അയൽവക്കത്തുള്ള കുട്ടികളുണ്ട്. അവരെയും മക്കളായി തന്നെ ഒന്ന് കണ്ട് യേശുവിൻ്റെ സന്നിധിയിൽ കരങ്ങളെ ഉയർത്തി ദൈവമേ, പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും അനുഗ്രഹിച്ച് നമ്മൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ കർത്താവേ, പഠിക്കുന്ന മക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മക്കൾക്ക് പഠിക്കാനുള്ള കഴിവും ശക്തിയും ബുദ്ധിയും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവേ, എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പഠിച്ചതൊന്നും മറന്നു പോകാതെ കർത്താവേ എല്ലാം ഓർത്തിരുന്നെഴുതി ഉന്നതമായ ഒരു വിജയം ഉണ്ടാകാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അനേക മക്കൾ കർത്താവെ പഠിക്കുവാൻ മടിയുള്ളവരുണ്ട്. കർത്താവേ, പഠിക്കുന്നത് പെട്ടെന്ന് മറന്നു പോകുന്നവരുണ്ട്. കർത്താവേ, അതുപോലെ അംഗവൈകല്യം ഉള്ളവർ കർത്താവെ പഠിക്കുന്ന സ്കൂളുകളുണ്ട്, ഊമബധിരമായ കുട്ടികളുണ്ട്. കർത്താവേ, ഓട്ടിസം ബാധിച്ച മക്കളുണ്ട്. കർത്താവേ, അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങളെല്ലാം കർത്താവേ അവിടുന്ന് മാറ്റണം. കർത്താവേ, സ്വഭാവ ദൂഷ്യമുള്ള മക്കളുണ്ട്. കർത്താവേ, മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങളും അടിമകളായിട്ടുള്ളതുണ്ട്. കർത്താവേ, മൊബൈൽ ഫോണുകൾ കൂടുതൽ ഉപയോഗിക്കുന്നവര്, വണ്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ട്. കർത്താവേ, അവരുടെ ദൂഷ്യ സ്വഭാവങ്ങളെല്ലാം എന്റെ കർത്താവേ അവിടുന്ന് മാറ്റണം. കർത്താവേ, അധ്യാപകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്കൂൾ അധികൃതരെയും വിദ്യാഭ്യാസ വകുപ്പിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എക്സാം കഴിഞ്ഞ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർ, കർത്താവേ, ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കർത്താവേ, ജോലിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരിൽ വസിച്ച് കർത്താവേ അവരെ അനുഗ്രഹിച്ച് കർത്താവേ അവർ ദേശത്തിന് അനുഗ്രഹമായി തീരണം. അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ
നമുക്ക് ഇന്നത്തെ പത്രത്തിൽ പ്രധാനമായിട്ട് വന്ന വാർത്തകളിൽ ഒന്ന്, ഓയിൽ ലീക്സ് ഫ്രം ടൈറ്റാനിയം കമ്പനി ഇൻ ടു സീ വെലി കോസ്റ്റ് ഓൺ അലർട്ട്. നമുക്കറിയാം ഈ മേഖലയിൽ നിന്ന് നമ്മുടെ ടൈറ്റാനിയം കമ്പനിയുടെ ആ മേഖലയിൽ നിന്ന് ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ രാവിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലുണ്ടായ അനർത്ഥങ്ങൾ, അതുപോലെ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം എല്ലാ സ്ഥലങ്ങളിലും സംരക്ഷിക്കപ്പെടേണ്ടതിനായി ദൈവത്തോട് നമ്മുടെ രാജ്യത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 1 എഴുതിയിരിക്കുന്നത്, സമാധാനപൂർവമായ ഒരു ജീവിതം ഉണ്ടാകേണ്ടതിന് രാജാക്കന്മാർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, അധികാരസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ ഉപദേശിക്കുന്നു. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു. എല്ലാത്തിനും മുൻപേ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ് എന്ന് ഒന്നാമത് തിരുവെഴുത്തിൽ നിന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. Now let me read. Therefore I exhort first of all that supplications, prayers, intercessions and giving of thanks be made for all men and for all kings and all who are in authority, that we may lead a quiet and peaceable life in godliness and reverence. Verse number 3 says, for this is good. So this is good and acceptable in the sight of God. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധി നല്ലതും പ്രസാദകരവും ആകുന്നു. കേരളയിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മറുപടികൾ അവിടെ നൽകുന്നതിന്റെ കാരണം ദിസ് ഈസ് ഗുഡ് ആൻഡ് അക്സെപ്റ്റബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. കർത്താവിന്റെ സന്നിധി നല്ലതും പ്രസാദകരവുമായ കാര്യമായതിനല്ല കർത്താവിൻ്റെ മറുപടികൾ ഓരോ വ്യക്തികൾക്ക് ലഭിക്കുന്നത്. സോ എൻ്റെ കയ്യിൽ ഇന്നത്തെ പത്രം ഇവിടെ ഉണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് വായിക്കുന്നില്ല, നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിശയകരമായ സൗഖ്യം നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. വിശേഷിച്ച ഈ ഗ്യാസ് ലീക്കിനെ തുടർന്ന്, ഓയിൽ ലീക്കിനെ തുടർന്നുള്ള 2000 ലിറ്റേഴ്സ് ഓഫ് ഓയിൽ അവിടെ ലീക്ക് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു കെടുതിയും കൂടാതെ ദൈവത്തിന്റെ നിയന്ത്രണം അവിടെ ഉണ്ടാകേണ്ടതിന് സൗഖ്യത്തിനായി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവെ, സകലത്തിനു മുമ്പേ ആകാശത്തിന് കീഴിലുള്ള സകല വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് ദൈവസന്നിധിയിൽ സന്തോഷകരവും പ്രസാദകരവും ആവുന്നല്ലോ കർത്താവെ. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കർത്താവ് വരുത്തി കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങൾ ഉത്തരാഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ ദേശം കർത്താവ് യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടെടുത്ത് കർത്താവെ. അവിടെയുള്ള ഓരോ വ്യക്തികളെ അങ്ങ് കാത്തു പരിപാലിച്ചാട്ട് കർത്താവെ. ടൈറ്റാനിയം കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിന്റെ നാമത്തിൽ അവിടെയുള്ള കെടുതികൾ മാറട്ടെ കർത്താവെ. കർത്താവെ, ഓരോ വ്യക്തികളെയും ഓരോ അധികാരസ്ഥരെയും കർത്താവെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങ് ഉയരത്തുന്നുള്ള സൗഖ്യവും വിടുതലും അവർക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ നിർജീവ അവസ്ഥകളും മാറട്ടെ. ജീവനും സമൃദ്ധമായ ജീവനും കർത്താവെ ഞങ്ങളുടെ ദേശത്തിൽ വ്യാപരിക്കട്ടെ കർത്താവെ. മാതൃകയായി തീരട്ടെ കർത്താവെ. പട്ടിണിയില്ലാത്ത കർത്താവെ, ആത്മഹത്യയില്ലാത്ത ഒരു ദേശമായിട്ട് ഞങ്ങൾ ദേശം മാറട്ടെ കർത്താവെ. ഓരോ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മുഖ്യമന്ത്രിമാരും ഓരോ ഗവർണേഴ്സും കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ ആത്മാവിനാൽ അവർ നിയന്ത്രിക്കപ്പെടട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കുമ്പോൾ അവരൊരു അനുഗ്രഹമായി തീരുന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. And I exalt thee, and I exalt thee, Lord, and I exalt thee, Lord, and I exalt thee.
ഇടപെടേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികൾ സൗഖ്യമാകട്ടെ, മനപീഡകൾ മാറട്ടെ, ക്ലേശങ്ങളിൽ നിന്ന് യേശുവിന്റെ സൗഖ്യത്താൽ ഓരോരുത്തരും നിറയപ്പെടേണ്ടത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാമ്പത്തിക ആവശ്യങ്ങളിൽ യേശുവിന്റെ നിറവുണ്ടാകട്ടെ, ആ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ, ആ ദേശ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ദൈവിക ജ്ഞാനം, ദൈവത്തിന്റെ ഉയർച്ച എല്ലാ മേഖലകളിലും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹൃദ്രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സൗഖ്യത്തെ അവരിലേക്ക് കൊണ്ടുവരുന്നു. കോവിഡ് ബാധിച്ച രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സൗഖ്യത്തെ അവരിൽ കൊണ്ടുവരുന്നു. അതേ കർത്താവ്, ഓരോ വ്യക്തിയും ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവിക സൗഖ്യത്താൽ വിടുതൽ ഓരോരുത്തരും നിറയപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട് കർത്താവ്. പലവിധമായ ക്യാൻസർ പലവിധമായ സ്റ്റേജിലെത്തിയവരുണ്ട് കർത്താവ്. പല ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവ്. ഞങ്ങളുടെ സൗഖ്യം ആ പ്രിയപ്പെട്ട അനുഭവിക്കുന്നത് പ്രാർത്ഥന. അവർ കടന്നു പോകുന്ന വേദനയിൽ നിന്നും കർത്താവ്, പ്രയാസം നിന്നും പൂർണ്ണ വിടുതലും സൗഖ്യം അവർക്ക് ഉണ്ടാകുന്ന പ്രാർത്ഥിക്കുന്നത് കർത്താവ്. ക്യാൻസറിനെ ഭാരപ്പെടുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രായമായവരുണ്ട് കർത്താവേ, മറ്റാരും സഹായിക്കാൻ ഇല്ലാതെ കർത്താവ് വിഷമത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഞങ്ങൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം നിന്റെ സഹായം അവരുടെ അടുക്കൽ എത്തേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ സർജറി കഴിഞ്ഞവരുണ്ട് കർത്താവ്, മറ്റു ട്രീറ്റ്മെന്റിലൂടെ പോകുന്നവരുണ്ട്. യേശു ഇപ്പോൾ തന്നെ വിടുതലും സൗഖ്യം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അവിടുന്ന് ഞങ്ങളുടെ അകൃത്യമൊക്കെ മോചിക്കുന്നവനാകിയാൽ കർത്താവെ, അവിടുത്തെ അടിപ്പിടരാൽ ഞങ്ങൾ സൗഖ്യം വന്നിരിക്കാൻ കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് നന്ദിയോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തികളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി തീരട്ടെ. ശിരസ് മുതൽ കർത്താവെ, പാദം വരെ കർത്താവെ, അങ്ങയുടെ ഉടൻ പുറപ്പെടുന്ന സൗഖ്യതായ ശക്തി ഓരോരുത്തരെയും വിടുവിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്ന അനേക വർഷങ്ങളായി ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളായി കർത്താവെ, പാരമ്പര്യമായി രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ കർത്താവെ. അങ്ങ് തൊട്ടവരെ സൗഖ്യമാക്കിയാട്ട് ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറയുവാൻ തക്കണം. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ തക്കണം. അവരെ അങ്ങ് സൗഖ്യമാക്കിയാട്ട് കർത്താവെ. വിവിധ മുഴകൾ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. എല്ലാവിധ ട്യൂമറുകളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാ പാരമ്പര്യ രോഗങ്ങൾ, എല്ലാ ജീവിത ശൈലി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുട്ടുമടക്കട്ടെ. എല്ലാ നാമത്തിന്റെ മേലായ നാമം യേശുവിൻ നാമത്തിൽ രോഗങ്ങളെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രോഗത്താൽ പ്രയാസപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേകത്തെ തലവേദന കാരണം കർത്താവെ, മൈഗ്രെയിൻ കാരണം കർത്താവെ, ഇന്ന് രാത്രി ഉറങ്ങാൻ മേലാതെ കർത്താവെ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവെ. അതുപോലെ ചെവി വേദന മൂലം കർത്താവെ, പല്ലുവേദന മൂലം കർത്താവെ, അതുപോലെ കർത്താവെ മൂക്കിന്റെ പല പ്രയാസങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവെ. അതുപോലെ കർത്താവ് നടുവിന്റെ പ്രയാസത്താൽ കർത്താവെ, മുട്ടിന്റെ പ്രയാസത്താൽ കർത്താവ് നടക്കാൻ മേലാതെ, ജോലി ചെയ്യാൻ മേലാതെ അനേകം പ്രയാസപ്പെടുന്നവരുടെ ഞരമ്പിന്റെ വലികളാൽ കർത്താവെ പ്രയാസപ്പെടുന്ന കർത്താവെ, ത്വക്കുരോഗത്താൽ കർത്താവെ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവെ പാടുകൾ വന്ന് മുഴകൾ വന്ന് കർത്താവെ പ്രയാസപ്പെടുന്ന കർത്താവെ, അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവെ, ഓരോ രോഗികളുടെ മേലിൽ കർത്താവെ അത്ഭുതകരമായ ഒരു വിടുതൽ നൽകി എല്ലാവരും അനുഗ്രഹിക്കണം. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. You're
പ്രാർത്ഥനയുടെ ആരംഭ ദിവസമായ രാവിലെ ഈ 6 മുതൽ 7 വരെയുള്ള പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്ക് ശേഷം ഇതേ ചാനലിലൂടെ തന്നെ പകൽ 11 മുതൽ 12 വരെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ശ്രീമതി, നമുക്കറിയാം ഉപവാസ പ്രാർത്ഥനയിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്യോന്യം പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ഉപവാസ പ്രാർത്ഥന ഉപയോഗിക്കുന്നുണ്ട്. അതെ തങ്കച്ച, അനേകം പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ 3 ദിവസങ്ങളിൽ ദൈവസനിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹത്തോടെ അവർക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അവർ നേരത്തെ തന്നെ പലരും ഇവിടെ അറിയിച്ചു. പലരുടെയും കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്ത് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം ഓരോ വിഷയത്തിനു വേണ്ടി. ഇന്ന് തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ പ്രാർത്ഥിക്കാം. ഇതിപ്പോൾ ലിനിജ വാട്സാപ്പിലൂടെ അറിയിച്ചിരിക്കുന്ന ഒരു വിഷയം ഇങ്ങനെ, സഹോദരന്മാർ 3 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടി ആ പ്രാർത്ഥന അറിയിച്ചിരിക്കുന്നത് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു, RCCയിൽ ട്രീറ്റ്മെന്റിലാണ്, പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുമാരി വിളിച്ചു പറഞ്ഞ അവരുടെ അയൽവാസി കണ്ണൻ 23 വയസ്സാണ്, ബ്ലഡ് ക്യാൻസറാണ്, RCCയിൽ അഡ്മിറ്റ് ആണ്, പ്രാർത്ഥിക്കണം. ഇത് ലാലി ബിജു ആണ്. ബ്രദർ ജോൺസൺ കിഡ്നി പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നു, BP ഉണ്ട്, അപ്പോൾ തന്നെ വളരെ സീരിയസ് സ്റ്റേജിൽ അദ്ദേഹം ആയിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. സൂസൻ മാത്യു മാരാമൺ നിറഞ്ഞിരിക്കുന്ന മകൾ US-ലാണ്, നല്ല വിവാഹം നടക്കും, അപ്പോൾ തന്നെ മൂത്ത മരുമകന് നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അനു ജോർജ് ആണ് ഇത് അറിയിച്ചിരിക്കുന്നത്. റിനി ബ്രെയിൻ ക്യാൻസർ സീരിയസ് സ്റ്റേജിൽ ആയിരിക്കും എന്ന് അറിയിച്ചിരിക്കുന്നു. ആഷ്ലി വന്നിട്ട് വാട്സാപ്പിൽ അറിയിച്ച ഹാർട്ടിന് ഹോൾ ഉണ്ട്, സ്കാനിംഗ് റിപ്പോർട്ട് നോർമൽ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് അഞ്ചു ആണ് അറിയിച്ചിരിക്കുന്നത്. കുഞ്ഞുമോൾ ആന്റി ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു, സീരിയസ് സ്റ്റേജിലാണെന്ന് അറിയിച്ചിരിക്കുന്നു. വാട്സാപ്പിൽ ഇവിടെ അറിയിച്ചിരിക്കുന്ന 3 വയസ്സുള്ള കുഞ്ഞിന് നട്ടലിന് ക്യാൻസറാണ്, ശരീരം മുഴുവൻ സ്പ്രെഡായി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കർത്താവിന് അത്ഭുതകരമായ വിടുതലും സൗഖ്യം ഓരോരുത്തർക്കും ലഭിക്കണം. മാത്രമല്ല ഇന്ന് മുതൽ തുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥന ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയേണ്ടതിനായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ 3 ദിവസം നടക്കും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ തിരുവഴുതി വായിക്കുന്നത് പോലെ കർത്താവെ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പാരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന യുവാക്കൾ ദർശനങ്ങളെ കാണും, വാർദ്ധക്യത്തിലുള്ള സ്വപ്നങ്ങളെ കാണുമെന്ന് പറഞ്ഞ കർത്താവെ, ഇന്നത്തെ തുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവെ, ഓരോരുത്തരും കർത്താവെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുവാൻ എന്റെ കർത്താവെ അവിടെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയങ്ങളെ കർത്താവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേക കർത്താവ് രോഗത്താൽ പ്രയാസപ്പെടുന്ന കർത്താവെ, ക്യാൻസറിന്റെ രോഗം മൂലം കർത്താവെ അനേക കർത്താവ് ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ കർത്താവ് പ്രയാസപ്പെടുന്നുണ്ട്, സൗഖ്യമാക്കുന്ന എന്റെ കർത്താവെ ആ കാൽവരി കുശി തികച്ചെടുത്ത ദൈവിക സൗഖ്യ കർത്താവെ ഓരോ വ്യക്തികളിലേക്ക് വന്ന് അത്ഭുതകരമായി വിടുതൽ നൽകണം. അനുഗ്രഹിക്കുന്നവൻക്കായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. God, you are so good to me. Oh God, you're so good. Oh God, you're so good. Forever, God, you're so good. You're so good to me. Hallelujah. Hallelujah, 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 oh hallelujah, hallelujah, oh hallelujah, hallelujah, hallelujah. In the night, save me, in the night, save me. Irangi vande save me, in the night save me. Irangi vande save me. Oru alpudam namakku save me. Oru alpudam namakku save me. Hallelujah, hallelujah. ലോകത്തിന്റെ ഏത് രാജ്യത്ത് നമ്മൾ പാർത്താലും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ഉള്ളൊരു സൗകര്യമാണല്ലോ പ്രേയിങ് കേരള. കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ ഫെബ്രുവരി മാസം 1, 2013 മുതൽ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലുള്ള ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവരുടെ വിവരങ്ങൾ നമുക്ക് അടുക്കി വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ ഇതിലൂടെ പോകുമ്പോൾ ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉള്ളത് അതിനേക്കാൾ വിഷയങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ ഉള്ളത് അതിന് ലഭിച്ച കർത്താവിൽ നിന്നുള്ള മറുപടികളാണ്. അത് വായിക്കുമ്പോൾ, അത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ യേശുവേ അവിടുന്ന് എത്ര നല്ലവൻ. ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയും രാത്രി മുതൽ രാവിലെ വരെയും നിരന്തരം നിന്ന് യേശുവേ അവിടുന്ന് എത്ര നല്ലവൻ എന്ന് പാടിക്കൊണ്ട് നിന്നാലും
പോരാ. തിരുവഴുത്തിൽ 103-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അല്ലെ? സാറിന് ഓർമ്മയുണ്ട് ആ വാക്യം? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അടുത്തത് അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് 2542 ദിവസങ്ങളോ മറ്റോ ആയി നമ്മൾ പ്രേം കേരള കുടുംബത്തിൽ 42 ദിവസങ്ങൾ ആയപ്പോൾ എത്രയോ ലക്ഷം ആളുകൾക്ക് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിനാൽ വിടുതലും സൗഖ്യവും യേശു നൽകുന്നത് നമുക്ക് കാണാനിടയായി. മാത്രമല്ല ഈ ഭാരിച്ച ജോലിയുള്ളതായ ഒരുപാട് കാര്യങ്ങൾ പ്രേം കേരളയിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന നടക്കത്തില്ല. ഈ പേപ്പർ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ ടെലഫോണിൽ വർക്ക് ചെയ്യണം. അത് എഴുതി ശ്രദ്ധയോടെ കേട്ട് അത് എഴുതി വെച്ച് ഇവിടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. സോ പ്രേം കേരളയിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ വർക്കാണ്. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ, ഇറ്റ്സ് എന്നാ പറയുന്നത്, ഇത് ഡിഫൈൻഡ് ഇൻ സച്ച് എ വേ. പ്രേം കേരള, എവറി nook and corner, everything connected with praying Kerala, you and I have so much of work to do. നമുക്ക് ഒത്തിരി ജോലികൾ ചെയ്താലേ ഈ സംഭവം, ഈ പ്രാർത്ഥന താങ്കൾക്ക് എത്തിച്ചേരത്തുള്ളൂ. സോ അതിൻ്റെ പിറകിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ പ്രയാസപ്പെട്ടതിനെ ഈ പ്രാർത്ഥന വിഷയങ്ങൾ ഇങ്ങനെ വളരെ വളരെ അടുക്കി നമ്മളിവിടെ കയറിട്ട് കെട്ടുകല്ല ചെയ്യുന്നത്. കുറേ കൂടെ അത് അടുത്തിരിക്കേണ്ടതിനെ സ്ട്രാപ്പ് ചെയ്യാം, മെഷീൻ ഉപയോഗിച്ച് തന്നെ നമ്മൾ സ്ട്രാപ്പ് ചെയ്ത ഈ പ്രാർത്ഥന വിഷയങ്ങൾ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന ആ സോജൻ സാറിൻ്റെ ഇടത് കൈ മുതൽ ഞാൻ നിൽക്കുന്ന ഇതുവരെ ഈ കഴിഞ്ഞ വർഷത്തെ 2020 സോജൻ സാറെ നമുക്കറിയാം ലോക്ക്ഡൗൺ ആയിരുന്നു. നമുക്ക് നേരത്തെ ഇവിടെ സന്മനസ്സോടെ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 10-30 സഹോദരി സഹോദരന്മാർ ഡെയിലി ഉണ്ടായിരുന്നു. അതിൽ 5-1 പോലും നമുക്ക് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇവിടെ ഇല്ലാതെ വന്നപ്പോൾ ആണ് ഇത്രയും കോളുകൾ നമ്മൾ എഴുതിയെടുക്കാൻ സാധിച്ചത് എന്നോർക്കണം. ഏകദേശം ഇത്രയും തന്നെ വ്യക്തികളെ നമുക്ക് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നലെ ഒരു മിസ്റ്റർ ഫ്രാൻസിസ് പറഞ്ഞത് പ്രേം കേരള ഒരു കുടയാണ്, ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ പ്രാർത്ഥനയുടെ ഒരു കുട. അതുകൊണ്ട് രോഗങ്ങളില്ലാതെ അവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് എല്ലാ വീടുകളും ദൈവിക സമാധാനം നിറയപ്പെടുക. ആ ഒരു മിസ്റ്റർ ഫ്രാൻസിസ് ആണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത്. താങ്ക് യു സാർ. ഇന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ നാട്ടിലെ ഫ്രാൻസിസ് ആക്കി എന്നെ നീ മാറ്റണമേ, അല്ലേ? നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ആ ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓർമ്മയുണ്ടോ? സോജൻ സാറിന് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. കുന്നംകുളത്തുകാരൻ ഒരു സഹോദരൻ നമ്മുടെ പ്രേം കേരളയുടെ കുടുംബയോഗം നടക്കുമ്പോൾ തൃശ്ശൂർ വരികയും നമ്മൾ ഒത്തിരി കാര്യങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നും ഇന്നും അദ്ദേഹം ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് എന്നും ആക്സിഡൻറ്റുകളാണ്. വർഷത്തിലൊരു 4 മുതൽ 7 പേര് വരെയൊക്കെ ആവറേജ് മരിക്കാറുണ്ട്. എന്നും ആക്സിഡൻറ്റ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇദ്ദേഹം ചെയ്തത്, നമ്മൾ പ്രേം കേരളയിൽ എണ്ണയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ, ഇത് തുടക്ക സമയത്ത്, അത് എനിക്കൊന്ന് പ്രേം കേരള തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ചെയ്തത്, അല്പം എണ്ണയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് രാവിലെ നടക്കാൻ പോയപ്പോൾ ആ അപകടം ഉണ്ടാകുന്ന റോഡിലെല്ലാം പോയി തളിച്ച് പ്രാർത്ഥിച്ചു. പ്രേം കേരളയിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ ഒട്ടും പറഞ്ഞു കേട്ടിട്ടുമില്ല. എന്നോടും ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല. അദ്ദേഹം അത് ചെയ്തു. ദൈവമേ, എൻ്റെ ദേശത്ത്, എൻ്റെ നാട്ടിൽ അനർത്ഥ മരണങ്ങൾ നിമിത്തം ആരും അവിടെ മരിക്കാൻ പാടില്ല. ഇവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നടന്നു പോകുന്നൊരു വൃദ്ധൻ പോലും കാല് തട്ടിപ്പോലും വീഴരുത്. മിസ്റ്റർ സ്റ്റീഫൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക മാത്രമല്ല ചെയ്തത്, ആ ആഗ്രഹിച്ച ആഗ്രഹം യേശുവിൻ്റെ കരങ്ങളിൽ അർപ്പിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ദൈവം അതിന് സഹായിക്കും, പ്രവർത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസം തൻ്റെ പ്രായോഗിക തലത്തിലേക്ക് വെളിപ്പെടുത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ദൈവം ചെയ്തത്, അദ്ദേഹം ചെയ്ത അല്പം എണ്ണയൊക്കെ എടുത്തു പോയി പ്രാർത്ഥിച്ചു ആ ദേശത്ത്. അന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്പോൾ ആ സ്റ്റീഫൻ ചേട്ടൻ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ട്. അല്ലെ, ഏതെങ്കിലും ഒരു അപകടം ഉണ്ടെങ്കിൽ ഇന്ന് ഇത് കഴിഞ്ഞ ഉടനെ വിളിക്കണം സ്റ്റീഫൻ ചേട്ടാ. ഞാൻ പറയട്ടെ, ഒരു വ്യക്തി പോലും കാല് തട്ടി ഒന്ന് വീഴുക പോലും ചെയ്തിട്ടില്ല. ആ ദേശത്തിൻ്റെ സംരക്ഷണം. പ്രേം കേരള കുടുംബാംഗങ്ങൾ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. എത്ര ലക്ഷം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാനിടയായി. ഇതിൽ മരുന്നിന് വെച്ചിരുന്ന പണം തന്നവരുണ്ട് സാറേ. എനിക്ക് ഓർമ്മയുണ്ട്, സാറിൻ്റെ മോള്, അവിടെ പേര് ഞാൻ വിട്ടുപോയി,
ദയ, അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കോളേജിൽ പോയി കഴിഞ്ഞു, ജിമ്മറിലെ MBBS സെക്കൻഡ് ഇയർ. അപ്പോൾ ഇവള് എൻട്രൻസിന് പഠിക്കുന്ന സന്ദർഭം നോക്കൂ, അപ്പനെ നിർത്തിക്കൊണ്ടാണ് ഈ പറയുന്നത്. ഈ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിൻ്റെ സമയത്ത് അവരുടെ ക്ലാസ് ടെസ്റ്റിലോ യൂണിറ്റ് ടെസ്റ്റിലോ ഇവൾ ടോപ്പ് സ്കോളറായിട്ട് വരുമായിരുന്നു. അപ്പോൾ അവിടെ കിട്ടുന്ന ക്യാഷ് അവാർഡുകളെല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് അന്ന് ഞായറാഴ്ച അവർക്ക് അവധി കിട്ടുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടു തരൂ. അത് നമ്മളിവിടെ പ്രാർത്ഥിച്ച്, എന്നിട്ട് അവൾക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സ്റ്റുഡൻസിന് ഈ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കണം. എപ്പോഴും അത് ആവർത്തിച്ച് പറയും, അത് എത്തിച്ചു. അതുപോലെ തന്നെ സാറിൻ്റെ മകനും അരുണും അത് ചെയ്യുമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന ആ ക്യാഷ് അവാർഡൊക്കെ കൊണ്ടുവന്ന് നമുക്കറിയാം ആ പ്രായത്തിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചാൽ എന്താ ദോഷം? കുറച്ച് 2 ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഐസ്ക്രീം വാങ്ങി കഴിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ആരും അവരോട് ചോദിച്ചാൽ ദാറ്റ്സ് ദെയർ മണി, പേരൻസിൻ്റേതല്ല, അത് അവരുടെ പണം തന്നെയാണ്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ യൗവനക്കാർ എടുത്ത തീരുമാനം അതല്ല, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇനി കർത്താവ് ചെയ്തു നോക്കിക്കേ, റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ മകൾക്ക് അപ്പൻ ഇവിടെ നിൽപ്പുണ്ട്, 10 പൈസ ചെലവില്ലാതെ, അല്ലേ? എത്ര രൂപ ചെലവായി കാണും ഇപ്പോൾ? എൻട്രൻസിൽ കർത്താവ് തന്നെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൾ 1ാം സ്ഥാനത്തെത്തി. അവൾ ഇപ്പോൾ ജിബ്ബറിൽ പഠിക്കുന്നു. അതുപോലെ മകനും 100% സ്കോളർഷിപ്പോടെ എഞ്ചിനീയറിംഗ് 100% സ്കോളർഷിപ്പോടുകൂടെ. ഈ യേശു എത്ര നല്ലവൻ! നമ്മൾ ചെറിയ കാര്യമെന്ന് ചിന്തിക്കുന്നത് ദൈവം വലിയ നന്മയ്ക്കാക്കി മാറ്റുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് തന്നെ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, പ്രേയിങ് കേരളയ്ക്ക് ഒരു വിശാലമായ സ്ഥല സൗകര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് എത്രയും ഞങ്ങൾ വലിച്ചു മുറുക്കാമോ അത്രയും മുറുക്കി സ്ട്രാപ്പ് ചെയ്ത ഇതിവിടെ അടുക്കി വെച്ചിരിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ വ്യക്തിയുടെ വിഷയത്തിന് അതിൻ്റെ പ്രാധാന്യം കൊടുത്ത് വിശാലതയിലേക്ക് പ്രേയിങ് കേരള വരേണ്ടതിന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രേയിങ് കേരള കുടുംബങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, അതിശയങ്ങളുടെ ദൈവമേ, അത്ഭുത വഴികൾ തുറക്കണം. ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതേ കർത്താവെ, അവിടുന്ന് അതിശയങ്ങളുടെ ദൈവമായിരിക്കാൻ, അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കാൻ കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകലത്തിലും മുമ്പേ കർത്താവെ പ്രാർത്ഥിപ്പാൻ, കർത്താവെ മുഴു ലോകത്തിലുമുള്ള സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അത് അങ്ങയുടെ സന്നിധിയിൽ സന്തോഷകരവും പ്രസാദകരവുമായിരിക്കാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രേയിങ് കേരള കർത്താവെ ഇതിലും കർത്താവ് ഉയരങ്ങളിലേക്ക് കടക്കട്ടെ. കർത്താവെ, ലോക രാജ്യങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ്, ഓരോ രാജ്യങ്ങളും കർത്താവെ പ്രാർത്ഥനയുടെ കൊടക്കീഴിൽ വരുവാൻ തക്കോളം ഈ ശുശ്രൂഷയെ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ പേരിൽ ഞങ്ങൾ വിശാലതയെ കൽപ്പിച്ചാക്കുന്നു. കർത്താവെ, യേശുവെ അങ്ങ് തുറന്നാൽ ആർക്ക് അടയ്ക്കുവാൻ സാധിക്കും? വലുതും വിശാലമായ വഴികൾ, വാതിലുകൾ ഇതിനുവേണ്ടി തുറന്നാട്ട് കർത്താവെ, കൂടുതൽ ആളുകൾ ഇതിന്റെ ശുശ്രൂഷയ്ക്ക് വരട്ടെ. കർത്താവെ, കൂടുതൽ റിസോഴ്സ് ഇതിന് ലഭിക്കട്ടെ. കർത്താവെ, ഭാരപ്പെടുന്ന ലോകത്തിന്, കണ്ണുനീർ തൂകുന്ന ലോകത്തിന് ഇതൊരു ആശ്വാസമായി മാറട്ടെ. കർത്താവെ, യേശുവെ അങ്ങയുടെ ഒരു ചാലകമായിട്ട്, അങ്ങയുടെ ഒരു വഴിയായിട്ട് ഇതിനെ ഉപയോഗിച്ചാട്ട് കർത്താവെ, അങ്ങയിൽ നിന്ന് കർത്താവെ ശക്തി പുറപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ഇവിടുത്തെ പ്രാർത്ഥന ഉപകരിക്കട്ടെ. കർത്താവെ, ഈ ലോകം കർത്താവ് ആത്മഹത്യയില്ലാത്ത ലോകമായി മാറുവാൻ, പട്ടിണിയില്ലാത്ത ലോകമായി മാറുവാൻ, വഞ്ചനയും ചതിവുമില്ലാത്ത ലോകമായി മാറുവാൻ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥന ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും അങ്ങ് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഈ ശുശ്രൂഷ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി തീരുന്നതിനായിട്ട് നന്ദി. അപ്പോൾ തന്നെ ഈ ഓൾട്ടറിൽ ഇരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുനീരിനെ അങ്ങ് തുടയ്ക്കണം. കർത്താവെ, വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കണം. കർത്താവെ, സകല ബുദ്ധിയും കവിയുന്ന സമാധാനത്താൽ നിറയ്ക്കണം. അപ്പാ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Lord, have mercy upon everyone, oh Father God, and especially people who have sent a prayer point here from different parts of the world. We pray and bring the wholeness of Jesus, the blessings of the Lord, the bubbling joy of the Lord, everlasting life of Jesus, and the abundant life of God be activated in everyone's life now in Jesus' mighty name. Lord God Almighty, we bend our knees before you, God, crying out for these precious ones. Have mercy upon them. Heal them wherever they are, Lord. Raise your people up, oh God, for you are the lifter of our heads, Lord. കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവെ, ഞങ്ങൾ തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്നു, തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്നു, തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്നു, തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്നു. യേശുവേ, അതിശയങ്ങളുടെ ദൈവമേ, അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ വിഷയത്തിന്റെ മേലും വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആരാധന ആരാധന യേശുവിൻ ആരാധന. ആരാധന യേശുവിൻ ആരാധന.
പ്രാർത്ഥിക്കും. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ഈ സമയത്ത് ജിജി സാർ ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. ഹലോ ജി സാറേ. ഹലോ സിനോദരെ, കേൾക്കുന്നുണ്ട്? സാറേ, ഇന്ന് നടക്കുന്ന സകല കാര്യത്തിനും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. റോസമ്മ ചെങ്ങന്നൂർ നിറച്ചിരിക്കുന്ന മകൾ ജിഷയുടെ വിവാഹം ഇന്ന് നടക്കുന്നു. അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് സുജാ ഇടുക്കിയിൽ നിന്ന് വിളിച്ചു, ഹരിപ്പാടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മകൾ ആൻ സുനിയുടെ ഇന്ന് വിവാഹമാണ്, പ്രാർത്ഥിക്കണം. കൊച്ചുമോൾ പത്തനംതിട്ട അറിയിച്ചിരിക്കുന്ന മകൻ ഇന്ന് കോഴിക്കോട് വെച്ചൊരു ഇന്റർവ്യൂ നടക്കുന്ന പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജോൺപുരമുള്ള പത്തനംതിട്ട വിളിച്ച ജെയ്സ് ജോസ് ഇന്ന് ഓപ്പൺ ഹാർട്ട് സർജറിയോട് പ്രാർത്ഥിക്കണം. ഹസ്ബൻഡ് ജെയ്സൺ ഇന്ന് നട്ടലിന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു എന്ന് ബിന്ദു മീനങ്ങാടി അറിയിച്ചിരിക്കും. സാറേ, ഇന്ന് നടക്കുന്ന സകല കാര്യത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ഇന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങളെയും നിന്റെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ഓപ്പറേഷൻ നടക്കുന്നവരുണ്ട്, ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്, വിവാഹം നടക്കുന്നവരുണ്ട് കർത്താവ്, കയറി താമസമുള്ളവരുണ്ട് കർത്താവ്, പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവരുണ്ട് കർത്താവ്. നിങ്ങൾ ഓരോ കാര്യങ്ങളിലും കർത്താവ് കൈയുള്ള പ്രവൃത്തികളെ സാധ്യമാക്കി തരും. ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സാറേ. തങ്കച്ചായ എണ്ണയും വെള്ളവും ഒക്കെ എടുത്തു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ ദീനമായി കിടക്കുന്ന സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ എണ്ണ ഊശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. കർത്താവിനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആരംഭ ദിവസം ഇപ്പോൾ 7 മണിക്ക് നമ്മൾ സ്ക്രീനിൽ നിന്ന് മാറുമെങ്കിലും വീണ്ടും പകല് 11 മുതൽ 12 വരെയുള്ള സമയത്ത് ഇതേ ചാനലിലൂടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും. യൂട്യൂബിലും നമ്മുടെ പ്രാർത്ഥന തത്സമയമായിട്ട് ലഭ്യമായിരിക്കും. ഇപ്പോൾ 650 പേര് യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കും. നമുക്ക് ഒന്നിച്ച് വിശ്വാസത്തിന് അടയാളമായി എടുത്തു വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ മേൽ കാര്യങ്ങൾ വെച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവെ, വിശ്വാസത്തിന്റെ അടയാളമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന എണ്ണയുടെ മേൽ, വെള്ളത്തിന്മേൽ, കർത്താവെ, ഡോക്യുമെന്റ്സിന്മേൽ, പാസ്പോർട്ടിന്മേൽ, കർത്താവെ, ആ താക്കോലിന്റെ മേൽ, കർത്താവെ, ആ പണിയായുധങ്ങൾ, പഠനോപകരണങ്ങൾ, കർത്താവെ, ഞങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവെ, ആ എണ്ണ പുരട്ടുന്ന ഓരോ വ്യക്തിയും കർത്താവെ 100% ശിരസ് മുതൽ പാദം വരെ സൗഖ്യമായി തീരട്ടെ. ശാരീരിക മാനസിക മണ്ഡലങ്ങൾ അവർ സൗഖ്യമായി തീരട്ടെ. ആ വെള്ളം തളിക്കുമ്പോൾ ആ കൃഷിയിടങ്ങൾ, ആ ഭവനത്തിൽ വിടുതലിൽ നിന്ന് വ്യാപരിക്കട്ടെ. കർത്താവെ, ആ പഠനോപകരണങ്ങൾ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ പരിധിയില്ലാത്ത ജ്ഞാനത്തെ അങ്ങ് പകർന്നാട്ടെ. കർത്താവെ, എല്ലാ മണ്ഡലങ്ങളും കർത്താവെ വിടുതലിൽ നിന്ന് വ്യാപരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ലോക്ക്ഡൗൺ കാരണം ആൾക്കാരുടെ കുറവ് കാരണം എല്ലാവരുടെയും പേര് ഇവിടെ എഴുതി വന്നിട്ടുണ്ടോ ഇല്ല അറിയില്ല. പക്ഷെ ഇന്ന് പേര് വായിച്ചെങ്കിലും ഇല്ല എങ്കിലും എല്ലാവരെയും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. സ്വാമി കായംകുളത്തൊന്നും അറിയിച്ചിരിക്കുന്ന ഹസ്ബൻഡ് മോൻസിയുടെ 66ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. വാട്സാപ്പിൽ നിതാ ജോഷി വിളിച്ചു പറഞ്ഞ മകൻ രോഹിതിന്റെ 18ാമത് ബർത്ത്ഡേ ആണ്. ഇന്ദിര സെൽവൻ കബഡിയാർന്ന് അറിയിച്ചിരിക്കുന്നത് ഇന്ന് അവർ 43ാമത്തെ വെഡിങ് ആനിവേഴ്സറി. സീനുബിന് വിളിച്ചു പറഞ്ഞ എന്റെ 45ാമത് ബർത്ത്ഡേ ആണ്. ഗീതു ആൻ മുകേഷ് ഇവിടെ അറിയിച്ചിരിക്കുന്നത് ഇന്ന് 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. വാട്സാപ്പിൽ ലെനിൻ ജോൺ വിളിച്ചു പറഞ്ഞ മകൻ ലിന്റെ 16ാം ബർത്ത്ഡേ ആണ്. ലിൻഡ ആൻഡ് സിജുവിന്റെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് വാട്സാപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു. ജയ വിജയൻ വന്നിട്ട് വാട്സാപ്പിൽ അറിയാം മകൻ വിജയ് വിജയന്റെ 36ാം ബർത്ത്ഡേ ആണ്. ഷൈജു വാട്സാപ്പിൽ അറിയിച്ചിരിക്കുന്നത് മലയുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. വാട്സാപ്പിൽ സൂസൻ വർഗീസ് വിളിച്ചു മകൻ മാത്യു വർഗീസ് 43ാമത് ബർത്ത്ഡേ ആണ്. ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം കാത്തു പരിപാലിച്ച് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പുതിയൊരു വർഷത്തിലേക്ക് അവർ കടന്നിരിക്കുമ്പോൾ അവരവരായിരിക്കുന്ന മേലെ കർത്താവേ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലോകത്തിന്റെ ഏതു രാജ്യത്തുള്ളവരാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവം ദീർഘായുസ്സും ആരോഗ്യവും ക്ഷേമവും സൗഖ്യവും നൽകി തരട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ ആത്മഹത്യയില്ലാത്ത
ഒരു ഇന്ത്യ ഉളവാകണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ പട്ടിണി മരണമില്ലാത്ത ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറേണ്ടതിന് നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ രക്തച്ചൊരിച്ചിലില്ലാത്ത ഒരു ഇന്ത്യ ഉളവാകേണ്ടതിന് നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, സ്വർഗ്ഗ പിതാവേ, നീ ഞങ്ങളുടെ സ്വപ്നങ്ങളെ നിറവേറ്റി തരുന്ന ദൈവമാ, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന ദൈവമാ. അതോടൊപ്പം തന്നെ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി അവിടുന്ന് നൽകി തരും. ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ലോർഡ്, we bless our nation India in Jesus mighty name. Bless everyone, oh God. Thank you, Lord. യേശുവിൻ നാമത്തിൽ പിതാവേ. Beloved, you are born to be a winner. Always in Jesus. എന്നും യേശുവിൽ വിജയാളിയാകുവാൻ താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 11 മണിക്ക് വീണ്ടും കാണാം. ചേർന്ന് Yeshua.